കർണാടക മന്ത്രിസഭ രണ്ടാം ഘട്ട പുനഃസംഘടനാ ചർച്ചകൾക്കായി മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ വീണ്ടും ഡൽഹിയിലേക്ക്. നിലവിലെ മന്ത്രിസഭയിൽ അസംതൃപ്തിയുള്ള മന്ത്രിമാരുടെ ആവശ്യങ്ങളും ചർച്ച ചെയ്യും. സജു ചാമക്കാലയിൽ ചേരുകയാണ് ബംഗളൂരുവിൽ നിന്നും. സജു, ആദ്യഘട്ട മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ, അധികാരമേൽക്കൽ, അതിന് പിന്നാലെ മുതിർന്ന നേതാക്കളടക്കം ഉയർത്തിയ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണല്ലോ രണ്ടാം ഘട്ട പുനഃസംഘടനാ ചർച്ചകളിലേക്ക് കടക്കുന്നത്. തീർച്ചയായും രാജ്യസഭ തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് ഈ മാസം 18 ശേഷമായിരിക്കും മന്ത്രിസഭയിലെ രണ്ടാം ഘട്ട പുനഃസംഘടന എന്ന് ആദ്യമേ തന്നെ വ്യക്തമാക്കിയതാണ്. അതിന് മുന്നോടിയായിട്ട് തന്നെ ആദ്യം തെരഞ്ഞെടുത്ത മന്ത്രിമാർക്കിടയിൽ ചിലർക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടാവുന്നു. ഒടുവിൽ ജലസേചന വകുപ്പ് മന്ത്രി രാമലിംഗ റെഡ്ഡി രാജിവെക്കുന്നതിലേക്കും പോയി. പിന്നീട് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ മൂലമാണ് അദ്ദേഹം രാജി പിൻവലിച്ച് വീണ്ടും മന്ത്രിസഭയിലേക്ക് തിരിച്ചു വന്നത്. എന്തായാലും ഇപ്പോൾ രണ്ടാം ഘട്ട ചർച്ചകൾക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ നാളെ ഹൈക്കമാൻഡിലുമായി അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുന്നത്. നാളെ രാവിലെയാണ് അദ്ദേഹം ഡൽഹിക്ക് പോവുക. രാഹുൽ ഗാന്ധിയുമായും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും അദ്ദേഹം സംസാരിക്കും. പ്രത്യേകിച്ച് ഇപ്പോഴുള്ള മന്ത്രിസഭയിൽ അസംതൃപ്തരെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നു. അതോടൊപ്പം തന്നെ രണ്ടാം ഘട്ട മന്ത്രിസഭാ പുനഃസംഘടനയിൽ 20ഓളം മന്ത്രിമാരെ ഇനി ഇപ്പോൾ നിയമിക്കേണ്ടതായിട്ടുണ്ട്. ആ മന്ത്രിമാർ ആരൊക്കെയാണ് എന്നതിലും ഉള്ള തീരുമാനമുണ്ടാകും. പ്രത്യേകിച്ച് മന്ത്രിസഭയിലെ പുനഃസംഘടന അത് വലിയ തോതിൽ പ്രശ്നമായി മാറാൻ സാധ്യതയുള്ളതിനാൽ എന്തായാലും ഹൈക്കമാൻഡ് കരുതലോടെയായിരിക്കും നീങ്ങുക. ഇനിയിപ്പോൾ 2028 കർണാടകയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് അസംതൃപ്തരെയൊക്കെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോയി മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇപ്പോൾ ഡി.കെ. ശിവകുമാറിന്റെ കയ്യിലേക്ക് പാർട്ടിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം അത് കൃത്യമായി ചെയ്യുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നേതൃത്വത്തിനുമുള്ളത്. ശരി, സജു ചാമക്കാലയിലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.